ഗം ഗണപതിയെ നമ. അവിഘ്നമസ്തു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ശനിദോഷത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് രചിച്ച ശനി സങ്കട സ്തോത്രം. അപ്പോൾ ജപിക്കുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മൂത്തവരെ ബഹുമാനിക്കുക, പ്രായമായുള്ളവരെ, വൃദ്ധരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആരുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ദരിദ്രരെ സഹായിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി വരുന്ന ജന്മത്തിലും നമ്മുടെ വരും തലമുറയ്ക്കും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഈ ഒരു അനുഷ്ഠാനം. ഇന്നത്തെ ദിവസം അതീവ ശ്രദ്ധയോടെയും ശനിദേവനോടുള്ള ഭയഭക്തി ബഹുമാനത്തോടെ എടുക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക്, നമുക്ക് ഇനിയുള്ള ജന്മത്തിന്, നമ്മളുടെ ഈ ജന്മം അവസാനത്തെ ജന്മമാണെങ്കിൽ നമ്മുടെ മോക്ഷത്തിലോട്ട്, നമ്മളുടെ ആ കർമ്മശുദ്ധി വരുത്താൻ. എന്ന് വെച്ച് നമ്മളുടെ ജീവിതത്തിൽ ശനിദോഷം ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ കാഠിന്യം ഒരുപാട് കുറയ്ക്കും. ശനിദോഷത്തിൻ്റെ ഒരുപാട് കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇന്ന് നിങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് ശക്തിയുണ്ട്. എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ശനിദേവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ശനിദേവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ? കഠിനാധ്വാനം. അതെ, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, അല്ലെ, അലസതയാണ് ശനിദോഷം കൂടുതൽ ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അലസതയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മൾ അലസമായിട്ട് ഇരിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ എപ്പോഴും ആ ഒരു കഠിനാധ്വാന നിരതരായിട്ട് ശനിയെ പ്രസാദിപ്പിക്കാൻ അങ്ങനെ നമ്മൾ സേവന മനോഭാവത്തോടെ, അതായത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്യുവറായിട്ടും നമ്മുടെ സ്നേഹവും സേവനവും ഒക്കെ മാതാപിതാക്കൾക്കാകട്ടെ, വീട്ടിലെ പ്രായമായിട്ടുള്ളവർക്കാകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ തന്നെ ആവണമെന്നില്ല, നാട്ടിലെ പ്രായമുള്ളവർക്ക്, തിരിച്ചൊന്നും നമുക്ക് തരാനില്ലാത്ത ദരിദ്രരെ, അല്ലെ, നിസ്സഹായ അവസ്ഥയിലുള്ളവരെ അങ്ങനെ ചെയ്യുക. അധർമ്മം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾ അസത്യം പറയരുത്, വഞ്ചന, അങ്ങനെയുള്ളതൊന്നും, മദ്യപാനം, അങ്ങനെ ചൂതുകൾ, അങ്ങനെയുള്ള മോശമായ സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ സത്യവും നന്മയുമുള്ള ജീവിതമാണ് ശനി ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഒരു വ്യക്തി സത്യവും നന്മയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ശനിദേവൻ അവരെ ശരിക്കും അനുഗ്രഹിക്കുന്നത്. ശരിക്കും എന്താണ് ശനിദേവൻ നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നത്? നമ്മളുള്ള തെറ്റായ ബന്ധങ്ങൾ, അല്ലെ, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളുടെ കൂടെ ഒരാൾ കൂടെ ഇരിക്കുന്നത് നമ്മുടെ നല്ലതിനാണോ അതോ എന്തെങ്കിലും മനസ്സിലെ ഉദ്ദേശം കൊണ്ടാണോ. അങ്ങനെയൊക്കെ നമുക്ക് പല സുഹൃത്തുക്കൾ അങ്ങനെ കാണും, അല്ലേ, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ തെറ്റായ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ശനി മുറിച്ചു മാറ്റിക്കളയും. എന്ത് തരത്തിലുള്ള മായാഭ്രമങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഭ്രമങ്ങളെല്ലാം, അഹങ്കാരം, അധർമ്മം, ഇതെല്ലാം ശനിദേവൻ ഇല്ലാതാക്കും. നമ്മൾ ശരിക്കും ഭയഭക്തി ബഹുമാനത്തോടെ സത്യസന്ധമായി ജീവിച്ച പകരം നമുക്ക് നൽകുന്ന എന്തൊക്കെയാ? കർമ്മശുദ്ധി. നമ്മളുടെ കർമ്മങ്ങൾ, അല്ലെ, നമ്മളുടെ എല്ലാം സഫറിങ്സിൻ്റെ റൂട്ട് കോസ് എന്താണ്? നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള, കഴിഞ്ഞ ജന്മത്തിലോ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള നമ്മളുടെ ആ ഒരു നെഗറ്റീവ് കർമ്മയാണ് നമുക്ക് പ്രാരാബ്ധ കർമ്മമായിട്ട് നിന്ന് നമുക്ക് സഫറിങ്സ് ഉണ്ട്. ആ കർമ്മശുദ്ധിയാണ്, കർമ്മശുദ്ധി വരുത്തും. നമ്മൾ അങ്ങനെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് സേവന മനോഭാവത്തോടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ അർപ്പിച്ച് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആ കർമ്മശുദ്ധി വരും. ജീവിതത്തിൽ നല്ല നല്ല വിലപ്പെട്ട പാഠങ്ങൾ തന്ന് നമുക്ക് അറിവ് വർദ്ധിക്കും. അറിവും വിജ്ഞാനവും, അല്ലെ, ആത്മശക്തി, നമുക്ക് എന്തും തരണം ചെയ്യാനുള്ള ആത്മശക്തി. ഈ ശനിയൊക്കെ ചില പ്രത്യേക ഭാവങ്ങളിൽ 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെ ജീവിതത്തിൽ ഒരുപാട് ശനിയെ പരീക്ഷിക്കും. പക്ഷേ വളരെ വിലപ്പെട്ട ജീവിത പാഠങ്ങൾ അവസാനം ജീവിതത്തിൽ ആദ്യം ഒക്കെ അവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചാലും പിന്നീട് ഒരുപാട് ശനി അവരെ അനുഗ്രഹിക്കും, അവരെ നേർവഴിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ വളർച്ച, അല്ലേ, പിന്നെ സ്ഥിരമായിട്ടുള്ള സമ്പത്ത്. നമുക്കിങ്ങനെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അങ്ങനെയല്ല. ശനി തരുന്നതെല്ലാം സ്ഥിരമായിട്ടുള്ളതായിരിക്കും. വിവാഹ ജീവിതത്തിൽ തന്നെ വളരെ അങ്ങ് മൂടിപൂർണ്ണമായ, ആഡംബരപൂർണ്ണമായ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നമുക്കൊരാപത്ത് സമയത്ത് നമ്മുടെ കൂടെ കാണുന്ന അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ ശനിദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മജ്ഞാനവും ആത്മീയ ഉണർവും ആ ഒരു കർമ്മശുദ്ധിയും, അല്ലേ, യഥാർത്ഥ ശക്തി എന്ന് പറയുന്ന കർമ്മശുദ്ധി നല്ലോണം നമുക്ക് നല്ല സൽചിന്തയോടെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ തെളിഞ്ഞെടുക്കും. നമ്മളിങ്ങനെ എന്താ പറയുക, കറ പിടിച്ച് ഇതിനൊക്കെ ഇങ്ങനെ ഒരച്ചൊരച്ച് കഴുകി നല്ല തിളങ്ങുന്ന മിനുസ്സുള്ളതാക്കത്തില്ലേ, കണക്ക്, അല്ലേ, ഒരു ക്ലാവ് പിടിച്ച മെറ്റിൽ കണക്കായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരച്ച് ഇതാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സ്ഫടികം പോലെ ഇങ്ങനെ തിളങ്ങും. ക്ലാവ്
പുതിയതാകുമ്പോൾ അങ്ങനെ ഷൈൻ ചെയ്യും. അതുപോലെ നമ്മളെ തിളക്കമുറ്റതാക്കി മാറ്റും. പിന്നെ ഇതേ കണക്ക് നമ്മുടെ പൂർവികർ ഇതേപോലുള്ള ദിവസങ്ങളിൽ ശനിയെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായമായുള്ളവരെ, വൃദ്ധരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആരുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ദരിദ്രരെ സഹായിക്കുക, കഠിനാധ്വാനം ചെയ്യുക, അധർമ്മം ഒഴിവാക്കുക, അസത്യം പറയരുത്, നന്മയിലും സത്യത്തിൽ ജീവിച്ചുകൊണ്ട് കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, നമ്മുടെ കടമകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കുക. ഇതൊക്കെയാണ്. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഹനുമാൻ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാം. നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയാണല്ലോ ശനിദേവൻ. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് എള്ള് ദീപം ഇട്ടിട്ട് തിരി കത്തിക്കാം. കറുത്ത എള്ള് ദാനം ചെയ്യാം, കറുത്ത പയർ ദാനം ചെയ്യാം. ഇതൊക്കെ വളരെ നല്ലതാണ്. എന്നിട്ട് പറയുന്ന ശനി സങ്കട സ്തോത്രം, പിന്നെ ഓം ശം ശനൈശ്വരായ നമ എന്നുള്ള മന്ത്രം എത്ര വേണമെങ്കിലും ജപിക്കാം. ഒരു മിനിമം 21 തവണ, ശരിക്കും 108 തവണയാണ് ഓം ശം ശനൈശ്വരായ നമ എന്ന് ജപിക്കാം. ഞാനിവിടെ പറയുന്ന ശനി സങ്കട സ്തോത്രം, അതിലെ ധ്യാന ശ്ലോകം എല്ലാവർക്കും അറിയായിരിക്കും. നീലാഞ്ജനം സമാഭാസം തുടങ്ങുന്നത്. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഞാനിവിടെ ചൊല്ലിയിടാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്തും തുടങ്ങാൻ നേരത്ത് നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ സ്മരിച്ച്, നിങ്ങളുടെ ഇഷ്ടദേവതയെ സ്മരിച്ച്, ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ച്. കാരണം ഹനുമാൻ ഭക്തര ശനിയെ പോലും തടവറയിൽ നിന്ന് മോചിപ്പിച്ചത് ഹനുമാൻ സ്വാമിയാണല്ലേ. ശനി മഹാശിവഭക്തനായിരുന്നു. കാരണം ശനിയുടെ അമ്മ ഛായാദേവി ശനിയെ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരുപാട് തപസ്സനുഷ്ഠിച്ചു. ശിവഭഗവാന്റെ അടുത്ത് തപസ്സനുഷ്ഠിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ശനിദോഷം കുറയ്ക്കാൻ ശിവഭഗവാനെ, കാരണം സാക്ഷാൽ ശനിദേവൻ പൂജിക്കുന്നതും മഹാദേവനെയാണ്. അപ്പം മഹാദേവനെ ഭജിക്കുന്നത് ശനിയെ പ്രീതിപ്പെടുത്തുന്നതല്ല. അപ്പം മഹാദേവൻ്റെ രുദ്രാവതാരമാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് ശിവക്ഷേത്ര ദർശനം നടത്താം. ശിവഭഗവാന് രുദ്രാഭിഷേകം ചെയ്യാം, ദോഷങ്ങൾ കുറയ്ക്കാൻ രുദ്രാഭിഷേകം ചെയ്യാം. ഇത്രയൊക്കെ മതി. നമ്മൾ വഴിയിൽ കിടക്കുന്ന നായ്ക്കുട്ടികളൊക്കെ ഇല്ലേ, ഭക്ഷണം കൊടുക്കാം. നായ്ക്കുട്ടികൾക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കാം. പിന്നെ ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇത്ര ആചരിച്ചാൽ മതി. മനസ്സെപ്പോഴും ശുദ്ധമായിട്ട് വെക്കുക. സർവം ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ഇനി നമുക്ക് ശനി സങ്കട സ്തോത്രം ജപിക്കാം. ധ്യാനം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. നമ കൃഷ്ണായ നീലായ ശിതികണ്ഠ നിഭായ ച നമ കാലാഗ്നിരൂപായ കൃതാന്തായ ച വൈ നമ. നമോ നിർമാംസദേഹായ ദീർഘശ്മശ്രു ജഡായ ച നമോ വിശാലനേത്രായ ശുഷ്കോദര ഭയാനക. നമ പൗരുഷഗാത്രായ സ്ഥൂലരോംണേ നമോ നമ. നമോ നിത്യം ക്ഷുധാർത്ഥായ നിത്യതൃപ്തായ തേ നമ. നമോ ഘോരായ രൗദ്രായ ഭീഷണായ കരാളിനേ നമസ്തേ സർവഭക്ഷായ ബലിമുഖ നമോസ്തുതേ. സൂര്യപുത്ര നമസ്തേസ്തു ഭാസ്കരാഭയദായിനേ അധോദൃഷ്ടേ നമസ്തേസ്തു സംവർത്തക നമോസ്തുതേ. ഇനി അർത്ഥവിവരണം. ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥവിവരണം. അഞ്ജനത്തെ പോലെ ഗാഢനീല നിറമുള്ളവനും തേജസ്സുള്ളവനും സൂര്യൻ്റെ പുത്രനും യമൻ്റെ മൂത്ത സഹോദരനും ഛായാദേവിയിൽ നിന്നും മാർത്താണ്ഡനിൽ എന്ന് വെച്ചാൽ സൂര്യൻ, ഛായാദേവിയിൽ നിന്നും മാർത്താണ്ഡനിൽ നിന്നും ജനിച്ച ശനൈശ്ചരനെ ഞാൻ. ശനൈശ്ചര എന്ന് പറഞ്ഞാൽ, ശനൈ എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ, ചര സഞ്ചരിക്കുന്നവൻ. അതുകൊണ്ടാണ് ശനൈശ്ചര എന്ന് പറയുന്നത്. ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നാണ്. ആശ്ചര്യം അല്ല, ശനൈശ്ചരം. പലർക്കും ഇവിടെയാണ് തെറ്റുന്നത്. ശനൈശ്ചരം. കൃഷ്ണന്റെ കടുനീല നിറമുള്ളവനും തേജസ്സുള്ളവനും നീലകണ്ഠനായ ശിവനോട് സാമ്യമുള്ളവനും കാലാഗ്നിയുടെ രൂപനായവനും കർമ്മങ്ങളുടെ അന്തിമ ഫലം നൽകുന്നവനുമായ ശനിദേവന് പ്രണാമം. ഭോഗത്യാഗം കൊണ്ട് ക്ഷീണിച്ച ശരീരമുള്ളവനും നീണ്ട ജടയും താടിയുമുള്ളവനും സർവം നിരീക്ഷിക്കുന്ന വിശാല ദൃഷ്ടിയുള്ളവനും വൈരാഗ്യത്തിന്റെ പ്രതീകമായ ഭയങ്കര സ്വരൂപിയുമായ ശനിദേവന് പ്രണാമം. വീര്യവും സഹനശക്തിയും നിറഞ്ഞ രൂപമുള്ളവനും തപസ്സിന്റെ ലക്ഷണങ്ങളുള്ളവനും ലോകകർമ്മങ്ങളെ നിരന്തരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആന്തരികമായി പൂർണ്ണതയുള്ളവനുമായ ശനിദേവന് പ്രണാമം. രുദ്ര സ്വഭാവമുള്ള ഭയങ്കര ശക്തിയായവനും കാലത്തെ പോലെ എല്ലാം വിഴുങ്ങുന്നവനും അഹങ്കാര ബലിയെ സ്വീകരിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവനുമായ ശനിദേവന് പ്രണാമം.
സൂര്യപുത്രനായവനും ഭയങ്ങളെ മറികടക്കാനുള്ള ശക്തി നൽകുന്നവനും വിനയത്തിൻ്റെ ദൃഷ്ടിയുള്ളവനും ആവശ്യമെങ്കിൽ പഴയതെല്ലാം തകർത്ത് പുതിയത് സൃഷ്ടിക്കുന്ന പ്രളയ ശക്തിയായ ശനിദേവന് പ്രണാമം.